ഇത് കൊല്ലം നീണ്ടകര പന്നക്കത്തുരുത്തിലുള്ള ശ്രേയസ് ആശ്രമമാണ്. കണ്ടോ, ശ്രേയസിൻ്റെ സ്ഥലമായി കിടക്കുന്നതല്ല, ഇത് കാടും വനവും ഒന്നുമല്ല, ഇത് സ്ഥലമാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് സഭയുടെ സ്ഥലമാണ് ഈ കിടക്കുന്നത്. നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചെങ്കിൽ എത്രയോ ജനങ്ങൾ ഇവിടെ വന്ന് വസിക്കാനുള്ളതാണ്. ആകാശത്തിലെ പറവകളെ നോക്ക്, അവർ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല, എങ്കിലും അവരുടെ സ്വർഗസ്ഥനായ പിതാവ് അവരെ തീറ്റിപ്പോറ്റുമെന്ന് കർത്താവിൻ്റെ വചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നിടത്ത് എന്തുകൊണ്ട് നന്മ ചെയ്യാൻ കഴിയുന്നവർ നന്മ ചെയ്യുന്നില്ല? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒത്തിരി നന്മ ചെയ്യാൻ കഴിവുണ്ടായിട്ടും ചെയ്യാതിരിക്കുന്നത് പാവമാണെന്നല്ലോ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പം നന്മ ചെയ്യാൻ കഴിവുള്ളവർ നന്മ ചെയ്യണം. ഇതെല്ലാം ഇങ്ങനെ ചുമ്മാതിട്ടിരുന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുക. കണ്ടോ, കണ്ടോ, ഇതെല്ലാം ശ്രേയസിൻ്റെ സ്ഥലമാണ്. കണ്ടോ, ശ്രേയസ് ആശ്രമമാണ് ഇതെല്ലാം. കണ്ടോ, കണ്ടോ, ഇതെല്ലാം ശ്രേയസ് ആശ്രമത്തിൻ്റെ സ്ഥലമാണ്. കൊല്ലം ക്യൂസസിൻ്റെ വകയാണ് ഇതെന്നാണ് പറയുന്നത്. നിങ്ങൾ ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാനിതൊന്ന് ഇടുകയാണ്. കണ്ടോ, കർത്താവ് പറയുന്ന നന്മ ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ അത് അർഹതയുള്ളവർക്ക് ചെയ്യാനല്ലേ. അങ്ങനെ അർഹതയുള്ളവർക്ക് നന്മ ചെയ്യാനുള്ള മനസ്സ് ഇവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടി നമുക്ക് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം ഇവർക്കൊക്കെ നല്ല മനസ്സ് കൊടുത്ത് നന്മ ചെയ്യാൻ, നന്മയോട് ജീവിക്കുവാനും ഒക്കെ ദൈവം അനുഗ്രഹിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. നമ്മൾ അങ്ങനെയായി മാറണം. ദൈവത്തിൻ്റെ വചനമായി ജീവിക്കണം. വചനം നമ്മളിൽ ജീവിക്കണം. എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റത്തുള്ളൂ. സ്വർഗത്തിൻ്റെ ഭൂമിയുടെ നാഥനായ പിതാവ് ഇത് കാണുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യട്ടെ. സർവശക്തനായ ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും.